അല്ലേ? അപ്പം ഇതിലൊന്ന് ചിന്തിക്കൂ, ഈ പഞ്ചരത്നങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ 3 രത്നങ്ങൾ എവിടെയുള്ളത്? രാമായണം എന്ന ആ ഒരു വലിയ സാഗരത്തിലുണ്ട് അല്ലേ? ഈ 3 രത്നങ്ങളെക്കുറിച്ചും രാമായണത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ ദ്രൗപദിയെക്കുറിച്ച് പറയുന്നുണ്ട്. കൃതയുഗത്തിലാണ് നമ്മുടെ അഹല്യ, മനസ്സിലായില്ലേ? പക്ഷേ ആ അഹല്യയും എവിടെ ഉണ്ട്? രാമായണത്തിലുണ്ട് അല്ലേ? അപ്പോൾ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത് ശ്രീരാമചന്ദ്രപ്രഭുവാണ്. പക്ഷെ അഹല്യയെക്കുറിച്ച് വിശദീകരിച്ച് പറയണതോ കൃതയുഗത്തിലാണ്, വേദസാരങ്ങളിലാണ് അല്ലേ? അപ്പോൾ ഈ പഞ്ചരത്നങ്ങളിൽ 4 രത്നവും രാമായണത്തിലൂടെ നമുക്ക് കിട്ടും. 1 രത്നം മഹാഭാരതത്തിലും കിട്ടും അല്ലേ? ഈ 4 രത്നം കിട്ടുന്ന മഹാസാഗരമാണ് രാമായണം. ആ രാമായണം വായിക്കുമ്പോൾ ഈ 4 രത്നങ്ങളെക്കുറിച്ച് പറയണു. ഇവരെ സ്മരിച്ചാൽ മതിത്രേ. രാവിലെയും വൈകുന്നേരം സ്ത്രീജനങ്ങൾ ഇവരെ സ്മരിച്ചാൽ ആ സ്ത്രീജനങ്ങൾക്ക് മോക്ഷമായി. എന്താ? ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ് ഇവർ 5 പേരും അല്ലേ? അപ്പോൾ ആ ത്യാഗത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് അവരെ സ്മരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ രാമായണം വായനയുടെ പ്രത്യേകത മനസ്സിലായില്ലോ അല്ലേ? എത്ര മഹത്വങ്ങളുണ്ട്. നാം പറയണതൊക്കെ വളരെ ചെറുതാട്ടോ. നമ്മൾ അറിയണതൊക്കെ ഒരു കയഞ്ചേ ഉള്ളൂ. സാഗരം പോലെ പിന്നെയും കിടക്കണു. ശ്രേഷ്ഠന്മാരായ വ്യക്തിത്വങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും, മനസ്സിലായില്ലേ? നമുക്ക് ഇത്രേ പറയാനുള്ളൂ. പക്ഷേ അത് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും പെരുമാറി നോക്കുക അല്ലേ? അതിൽ പോലെ രാമായണം വായിക്കുമ്പോൾ ഒരു നിയമമുണ്ട്. രാമായണം വായിക്കുമ്പോൾ ഒരു നിയമമുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ് രാമായണം വായിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാ പണിയും തുടങ്ങുന്നതിന് മുമ്പ്. കാരണം ഒരു രാമായണം വായന തുടങ്ങിയാൽ അവിടേക്ക് ആരും ആ വായിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ വായിക്കുന്ന ദിക്കിൽ ഒരാൾ വരാനും പാടില്ല, പോവാനും പാടില്ല. അതിൻ്റെ അർത്ഥം രാമായണം വായിക്കുന്ന വീട്ടിലേക്കൊന്നും ഇനി ആരും പോകണ്ട എന്നല്ല കേട്ടോ. കാരണം ഗുണത്തിലുപരി പറയുന്ന വിഷയത്തിലെ ദോഷത്തെ എടുക്കുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. കാരണം രാമായണം വായന തുടങ്ങിയാൽ ആരും അത് കേട്ട് മനസ്സിലാക്കണം എന്ന കാരണത്താലാണ് ഇങ്ങനൊരു നിയമം വെച്ചിരിക്കുന്നത്. രാമായണം വായിക്കുന്നതിൻ്റെ ഇടയിലേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ കഴിയോളം നിൽക്കാതെ മടങ്ങരുത്. കാരണം ആ രാമായണം വായനയിൽ ഭംഗം വരാൻ പാടില്ല, മനസ്സിലായില്ലേ? ഭംഗം വരാൻ പാടില്ല. അത് പേടിക്കാൻ, നിങ്ങളത് പേടിച്ച് വായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രാമായണം വായിക്കണം. അവിടെ ഹനുമാൻ ഉണ്ടാവും എന്ന് പറയണത് അല്ലേ? അയാൾ ഗത കൊണ്ടൊന്നും അപ്പം തരും, അമ്പടാ അല്ലേ? എന്താ അത്? രാമായണം വായിക്കുമ്പോൾ ഹനുമാൻ അവിടെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് അത് പറയണത്? ശ്രദ്ധിച്ച് വായിക്കണം. ഈ രാമായണം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ചിരഞ്ജീവിയായ ഹനുമാൻ. നിങ്ങൾ വായിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ അയാൾ അപ്പം അങ്ങോട്ട് പ്രതികരിക്കും അല്ലേ? അവിടെ പിന്നെ ബ്രഹ്മം വിഷ്ണു ഒന്നുമില്ല, ശ്രീരാമൻ മാത്രമേ ഉള്ളൂ. അവിടെ റെക്കമെൻഡേഷൻ ഒന്നും വിലപ്പോയില്ല. അപ്പം എന്ത് വേണം? അതിൽ ശ്രദ്ധിച്ച് വായിക്കണം. എന്തിനാ അത് പറഞ്ഞത്? അപ്പം ഞാൻ പറഞ്ഞതിലേക്ക് വരൂ. വായിക്കുന്ന രാമായണം ഉൾക്കൊണ്ട് വായിക്കൂ. അവിടെ ഇരിക്കുന്നവർ ഉൾക്കൊള്ളണ്ട, വായിക്കുന്നവർ ആദ്യം ഉൾക്കൊള്ളൂ. അവർ ഉൾക്കൊണ്ട് വായിക്കൂ. അപ്പോൾ ആ രാമായണത്തിലെ കഥാപാത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് അപ്പം അത് ചെയ്യാൻ പറഞ്ഞത്. ഒരു വിശിഷ്ട വ്യക്തി ആ സമയത്ത് വന്നാൽ ഈ വായിക്കുന്നവരൊന്ന് ഇങ്ങനെയെങ്കിലും കാണിക്കേണ്ടി വരില്ലേ? അപ്പോൾ എന്തായി? പിന്നെ നിങ്ങളുടെ മനസ്സതിൽ വീണ്ടിലും കൊണ്ടുവന്നിട്ട് വേണം പിന്നെ മുന്നോട്ട് പോകാൻ അല്ലേ? ഏച്ചൂട്ടിയാൽ എന്താവും? മുളച്ചിരിക്കും അല്ലേ? അതുകൊണ്ടാണ് രാമായണം വായിക്കുന്ന ദിക്കിലേക്ക് വായന തുടങ്ങുമ്പോഴേക്കും എല്ലാവരും എത്തുക, വായിച്ച് കഴിഞ്ഞേ അവിടെ നിന്ന് പോവാവൂ എന്നുള്ള നിയമം. വീടുകളിൽ രാമായണം വായിക്കണം. വായിക്കുമ്പോൾ ഈ നിയമം ഉണ്ട് എന്ന് പറയണത് അതുകൊണ്ടാണ്. അതിനിടയിൽ കൂടെ ഒരു സൗകര്യവും കൂടി, എല്ലാ പണിയും കഴിഞ്ഞ് വായിച്ചാൽ മതി. ഒരവസരവും ഇല്ല എന്നർത്ഥം. ഇത്ര ദിവസം കൊണ്ട് എനിക്കിത് തീർക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഹോംവർക്ക് പഠിക്കുന്നത് കടന്ന് വായിച്ചിട്ട് കാര്യമില്ല. അതിലും ഭേദം വായിക്കാണ്ടിരിക്കുന്ന മിണ്ടാതിരുന്ന് രാമ 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 ജപിച്ചാൽ മതി. അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ആ കഥാസാരത്തെ മുഴുവനായി ഉൾക്കൊണ്ട് വായിക്കുക. ആ വായിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ രാമന് വേണ്ടി നിങ്ങൾ വായിക്കണ്ട, രാമനിൻ്റെ ആവശ്യമില്ല അല്ലേ? സീതയ്ക്ക് ഇന്നലെ ഇല്ല, പിന്നെ ലവകുശന്മാർക്ക് മിനിഞ്ഞാന്നേ ഇല്ല അല്ലേ? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വായിക്കുന്നത്? നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി.
എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ വായിക്കണ്ടേ, എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ അമ്മ ഉണ്ടാ പോരെ, മകനുണ്ടെണ്ണോ അല്ലേ? അതിന് രാമായണം ഇപ്പം നാളെ പറയാം, തമ്പുരാൻ എനിക്ക് രാമായണം അറിയില്ല, എന്താ ചെയ്യേണ്ടത്? രാമായണം നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്ത് നിങ്ങൾ വായിക്കണമെന്നില്ല. രാമരാമ ജപിക്കൂ, ശ്രീരാമജയം ജപിക്കൂ. അല്ലെങ്കിൽ അതിൽ ഏകവാക്യത്തിൽ രാമായണത്തെ മുഴുവനായും ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്, ഏക ശ്ലോകം ജപിക്കൂ. ഇതൊന്നുമില്ലെങ്കിൽ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ മാത്രം ജപിക്കൂ. പക്ഷെ ജപിക്കുന്നത് മറ്റൊരാൾക്കുടെ മുമ്പിൽ വായിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനാവരുത്. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങളുടെ മനസാക്ഷിയെ ധരിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസാക്ഷി ആരാ? സാക്ഷാൽ പരമാത്മാവാണ്. ആ ഭഗവാനെ ബോധിപ്പിക്കുക. അങ്ങനെ രാമായണം വായിക്കുക. അപ്പം രാമായണം എന്തിനാ വായിക്കണ കർക്കിടക മാസത്തിൽ എന്നുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഇതെന്തിനാണ്? നമ്മളുടെ ജീവൻ്റെ ഏറ്റവും മുഖ്യമായ ഘടകം, ശരീരത്തിലില്ലാത്തൊരവയവം മനസ്സ്. ആ മനസ്സിന് ആരോഗ്യം കൊടുക്കാനാണ് രാമായണം വായന അല്ലേ? അതുകൊണ്ടാണ് ആദ്യം നമ്മൾ മനസ്സിനുള്ള മരുന്ന് കൊടുത്തു. ഇനി അടുത്തത് ശരീരത്തിനുള്ള മരുന്ന് കൊടുക്കണം അല്ലേ? ശരീരത്തിനുള്ള മരുന്ന് കൊടുക്കാൻ 2-3 വിധമാണ് ശരീരത്തിന് മരുന്ന് കൊടുക്കണത്. എങ്ങനെ ഈ 2-3 വിധത്തിൽ കൊടുക്കണറിയോ? നമ്മളിൽ സൂക്ഷിച്ചു വെച്ച എല്ലാ ഐശ്വര്യങ്ങളും ഉപയോഗിക്കുന്ന കാലാണ് ഈ മഞ്ഞമാസം അല്ലേ? നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള ധാന്യമായാലും ധനമായാലും ഒക്കെ ഉപയോഗിക്കുന്ന കാലമല്ലേ നമ്മൾ പഞ്ഞമാസത്തിലിരിക്കുമ്പോൾ? അപ്പോൾ ഈ സർവ്വസമ്പത്തുകളും നമ്മൾ ഒരു സമയത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എടുക്കും തോറും അത് കുറയില്ലേ? അപ്പോൾ അവിടെ എന്തു വേണം? ശ്രീകരം വേണം, ഐശ്വര്യം വേണം അല്ലേ? അപ്പോൾ ആ ഐശ്വര്യം നിലനിൽക്കാൻ അവിടെ ഐശ്വര്യത്തിൻ്റെ ദേവതയെ കുടിയിരിക്കണം അല്ലേ? ഐശ്വര്യത്തിൻ്റെ ദേവതയെ കുടിയിരിക്കുക. ആരാ ഐശ്വര്യത്തിൻ്റെ ദേവത? സാക്ഷാൽ മഹാലക്ഷ്മി അല്ലേ? അപ്പോൾ ആ മഹാലക്ഷ്മിയെ നമ്മൾ വീട്ടിൽ കുടിയിരുത്തണം. മഹാലക്ഷ്മി ഒരു ഭാഗത്ത് നിലച്ചിരിക്കുന്നതല്ല. ആലോചിക്കുക, വേദസാരങ്ങളായാലും ഉപനിഷത്തുകളായും എല്ലാ പരമാചാര്യന്മാരുണ്ടാക്കിയ ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കും, മഹാലക്ഷ്മി എവിടെ ഒരു ഭാഗത്തും സ്ഥിരമായിരിക്കില്ല. ഒരു മാസമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്മയെ വിളിക്കുകയത്രേ. അതിനെന്തു വേണം? മഹാലക്ഷ്മി ഇരിക്കണമെങ്കിൽ ആ വീട്ടിലത്തെ ആര് പോണം? ചേട്ടാലക്ഷ്മി പോണം അല്ലേ? ശ്രീദേവി വരണമെങ്കിൽ മൂദേവി പുറത്തു പോണ്ടേ? അപ്പോൾ കർക്കിടകം തുടങ്ങുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? മൂദേവിയെ അടിച്ച് പുറത്താക്കും അല്ലേ? അടിയും തളിയൊന്നും ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യണം എന്നൊന്നും കൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ ചേട്ടേ കളയ്യ എന്ന് പാലക്കാട് പ്രത്യേകിച്ച് പറയും അല്ലേ? ശ്രീദേവിയെ അകത്ത് കൊണ്ടുവരാൻ മൂദേവിയെ അടിച്ചു പുറത്താക്കണം അല്ലേ? അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യും? കുറേ ചിരട്ടപ്പൊട്ടും കുറേ പഴം തുണിയും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശേഖരിച്ച് അവിടെ ഇവിടേക്കുള്ള മാറാലയൊക്കെ അങ്ങോട്ട് എടുത്ത് ഒരു പൊട്ടിയ ചട്ടിയിലാക്കി മൂദേവിയെ കളയും. അതിൻ്റെ യഥാർത്ഥം അവസ്ഥ നമ്മുടെ ഉള്ളിലുള്ള ചേട്ടയെ ആദ്യം കളയണം അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ആദ്യത്തെ ചേട്ട എന്താ അറിയോ? ലളിതാ സഹസ്രനാമം നമ്മൾ വായിക്കുകയായിരിക്കും കേട്ടോ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി, അതിനേക്കാട്ടിലും മുമ്പ് ചിന്ത കഴിയണം. ശ്രീ മഹാരാജ്ഞി തുടങ്ങി അല്ലേ? അപ്പം മൂദേവി എവിടെയുള്ളത്? പിന്നെ നിങ്ങൾ എന്തിനാ ലളിതാ സഹസ്രനാമം വായിക്കണത്? കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല അല്ലേ? അതുപോലെ നാരായണീയം വായിക്കണു. നാരായണീയം വായിക്കണവരൊക്കെ ഉണ്ടാവാം, നമ്മെ ആരും ശപിക്കരുത്. അപ്പോൾ നാരായണീയം വായിക്കണു. ഈ നാരായണീയം എന്തിനാണ് വായിക്കാൻ പറയണത് അറിയോ? വായിച്ചു എന്ന് ധരിപ്പിക്കാനല്ല, മനസ്സിലാക്കാൻ. നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിന് കൃഷ്ണൻ ബാലകനായിട്ട് എത്രേ കണ്ടിട്ടുള്ളൂ അല്ലേ? കൃഷ്ണനെ ദിവസം കാണുകയാണ്, കണ്ടെഴുതും എത്രേ. മേൽപ്പത്തൂരിന് എഴുതാൻ വയ്യ, ആ സഹോദരനെ കൊണ്ടാണ് എഴുതിപ്പിക്കണതേ. അപ്പോൾ പറയണേ, കണ്ണനെ ഞാൻ എന്നും ബാലനായിട്ടാണ് കാണുന്നത്, നരസിംഹ അവതാരം എനിക്ക് എഴുതാൻ പറ്റണില്ലല്ലോ കണ്ണ, എനിക്ക് അങ്ങനെ ആ രൂപത്തിൽ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എഴുതുക? നാരായണീയം വായിക്കുന്ന പലരും ഉണ്ടാവാം. ഈ കഥ അവർക്കൊക്കെ അറിയും, സുലഭമായിട്ട് നമ്മെക്കാട്ടിലും വ്യക്തമായിട്ട് അറിയും. അപ്പോൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിലൊക്കെ പൊറുക്കുക. അപ്പോൾ
ആ കണ്ണനെ കണ്ണനായിട്ട് കാണുമ്പോൾ നരസിംഹമായിട്ട് കാണുന്നില്ല എന്നിങ്ങനെ എന്നും പട്ടേരിപ്പാട് ഇങ്ങനെ സങ്കടം പറയത്രേ. അപ്പോൾ ഒരു ദിവസം അനിയൻ ഇങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ അനിയൻ ഉറങ്ങി. അനിയൻ എഴുതാൻ പറ്റുന്നില്ല, ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. കാരണം ആ ഭാവങ്ങൾ കാണണ്ടേ, എങ്ങനെ പറഞ്ഞു കൊടുക്കും? അപ്പോൾ ആ ഗുരുവായൂരിൽ, നിങ്ങളൊക്കെ ഗുരുവായൂർ പോണവരാലേ, ഉള്ളിലേക്ക് നാലമ്പലത്തിലേക്ക് കയറി അവിടെ നിന്ന് ഇടത് ഭാഗത്ത് നോക്കിയാൽ മേൽപ്പത്തൂർ അദ്ദേഹം എഴുതിയ ആ സ്ഥലം എന്ന് പറഞ്ഞ് തൊഴുതൂലേ. എത്ര പേര് അവിടെ നരസിംഹമൂർത്തിയെ തൊഴുതിട്ടുണ്ട്? അവിടെ തന്നെ വലത് ഭാഗത്ത് ഒരു ഒറ്റ തൂണുണ്ട്. ആ തൂണിൽ ഭഗവാൻ നരസിംഹാവതാരമായി അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തിനാ നമ്മൾ ജീവിക്കണത്? ആ ഗുരുവായൂർ പോയി ആ ഒരു ഭാഗം കണ്ടില്ലാച്ചാൽ ജീവിച്ചിരിക്കണതിൽ അർത്ഥമുണ്ടോ? ആ ഭഗവാൻ അവിടെ ദർശനം കൊടുത്ത് അതെഴുതി അല്ലേ? ഒന്നാലോചിക്കുക, ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മേൽപ്പത്തൂർ എഴുതുമ്പോൾ ഒരു കഥയായിട്ടല്ല എഴുതിയത്, അതിനുള്ളിലേക്ക് പോയി ആ ഭാവത്തെ കണ്ട് മേൽപ്പത്തൂർ അത് എഴുതി അല്ലേ? അപ്പം നാരായണീയം വായിക്കുന്ന ഓരോരുത്തരും ഈ കഥ കണ്ട് ആ വായിക്കുമ്പോൾ അയ്യോ എന്തൊരു തേജസ്സാണ്, എന്തൊരു ഭാവമാണ്, നമ്മൾ ആ സവിധത്തിലായി പോവില്ലേ? നമ്മുടെ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ 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 ആ പുളകം വരും അല്ലേ? അപ്പം അതല്ലേ ഉചിതം അല്ലേ? അതാണ് വായന, അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ഗജേന്ദ്രമോക്ഷം വായിക്കണു അല്ലേ? ഈ ഗജേന്ദ്രമോക്ഷം നടന്ന സ്ഥലം കേരളത്തിലുണ്ട്. ആർക്കൊക്കെ അറിയും? ഗജേന്ദ്രമോക്ഷം നടന്നൊരു സ്ഥലം കേരളത്തിലുണ്ട് എന്നുള്ളത് ആർക്കൊക്കെ അറിയാം? പറഞ്ഞു തരാം. എല്ലാവരും പോയി തൊഴണം. പലരും പോയി തൊഴുതുണ്ടാവാം, ഇതറിയാതെ പോയി തൊഴുതുണ്ടാവാം. അറിഞ്ഞു തൊഴുമ്പോഴുള്ളൊരു സന്തോഷം, ആ നിറവ് അല്ലേ? നവയോഗികൾ പ്രതിഷ്ഠിച്ച തിരുനാവായ നാവാമുകുന്ദനാണ് ഗജേന്ദ്രമോക്ഷം നടന്ന സ്ഥലം. അവിടെ ആദിഗണപതി എന്നൊരു സങ്കല്പമുണ്ട്. ആദിഗണപതി, അവിടുത്തെ ഗണപതി ഒരു താമരയുടെ ദളം പോലുള്ള ഗണപതി വിഗ്രഹമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരു കഥയുണ്ട്. ആദിഗണപതി അവിടെ അവതരിച്ചു. അവിടെ നിന്ന് നിത്യം ഭഗവാനുള്ള താമര ഗണപതി അത്രേ കൊണ്ടു കൊടുക്കുക. ഒരു ദിവസം ഗണപതി പോയി നോക്കുമ്പോൾ താമരയൊന്നുമില്ല. ഗണപതി വിഷമിച്ചു, വന്ന് സങ്കടപ്പെട്ടു. നോക്കുമ്പോൾ അവിടെ മഹാലക്ഷ്മി അത് മുഴുവൻ പറിച്ച് അർച്ചന ചെയ്തു. സങ്കടപ്പെട്ട ഗണപതി വരം ചോദിച്ചു അത്രേ, എനിക്ക് അങ്ങയുടെ പാദത്തിൽ അർപ്പിക്കാൻ ദിവസം താമര കിട്ടണം. അത് കിട്ടാതായി കഴിഞ്ഞാൽ അതെൻ്റെ ദുഃഖമാണ്, ആ പാപം എന്നിൽ നിന്ന് മാറ്റണം. അങ്ങനൊരു ചരിത്രം അവിടെ നടന്നുണ്ട്. അവിടെ ആ ആദി ഗണപതിയാണ് ഗജേന്ദ്രൻ. അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയ സ്ഥലമാണത്. അത് നിങ്ങളെല്ലാവരും പോയി ഈ കഥയെ ആസ്പദമായ വിഷയങ്ങൾ അവിടെ ഉണ്ട്, കണ്ടു തൊഴുക. അപ്പം ഉണ്ടാവുന്നൊരു ആ നിർവൃതി ഉണ്ടല്ലോ, ജീവിതത്തിൽ ഇനി കിട്ടുമോ? ആ ഒരു സന്തോഷം ആലോചിച്ച് നോക്കൂ അല്ലേ? ഇതൊന്നും നമ്മുടെ പ്രജ്ഞയിൽ വന്നതല്ല കേട്ടോ. ഏതോ ഋഷിവര്യന്മാരുണ്ടാക്കി നമ്മളെ ആ വഴി പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പോയി നിങ്ങളത് അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, ആനന്ദം, അത് മഹത്താണ്. ഇപ്പം ഗജേന്ദ്രമോക്ഷത്തിൻ്റെ സ്ഥലം നമുക്ക് അങ്ങനെ കാണാം. അങ്ങനെ അതിൻ്റെ ഓരോന്നിനും ഉണ്ട് അല്ലേ? ഇത് കണ്ടിട്ടാണ്, അറിഞ്ഞിട്ടാണ് പട്ടേരിപ്പാടത് എഴുതിയിരിക്കുന്നത്. അപ്പം അത് വായിക്കുന്ന നമ്മൾ എന്ത് വേണം? അതറിഞ്ഞ് അതിൽ മുഴുകി വായിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ഈ ലോകത്ത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അതാണ് ദൗത്യം. മനസ്സിലായില്ലേ? അപ്പം അതുപോലെയാണ് ഈ രാമായണം. നമ്മൾ ആ ദൗത്യം മനസ്സിലാക്കി എന്ന് വായിക്കണം, അറിയണം. അപ്പോൾ അത് മനസ്സിലാവും. അപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ അതിലേക്ക് വീണ്ടും വരികയാണ്. അപ്പം അതിലുള്ള ചേഷ്ട എവിടെയാണ്? നമ്മുടെ ഉള്ളിലുള്ള മൂദേവിയെ ആദ്യം നമ്മൾ ആ പടിയടച്ച് പിണ്ടം വെച്ചു. ശേഷം നമ്മുടെ ഗ്രഹത്തിലുള്ള മൂദേവിയെ, ജ്യേഷ്ഠാദേവിയെ പടിയടച്ച് പിണ്ടം വെച്ചു. മുച്ചന്തിൽ മൂന്നും കൂടിയ മൂലയിൽ കൊണ്ടിട്ടിട്ട് വന്നിട്ട് ചാണകം തളിച്ചു, വിളക്ക് തെളിയിച്ചു, ശ്രീദേവി വെച്ചു. അതാണ് ശ്രീബോധി പലക അല്ലേ? ഇന്ന് ചിലർക്ക് അറിയേ പോലും ഇല്ല ശ്രീബോധി പലക. ശ്രീബോധി വയ്ക്കുക എന്ന് പറയൂ അതിനെ. ശ്രീബോധി വയ്ക്കുക, അത്
ചില ഭാഗങ്ങളിൽ നാം പോയി പരിചയപ്പെട്ടതുകൊണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ, ചില ജാതിയിൽപ്പെട്ടവർ മാത്രം വെക്കുന്നു. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഭഗവാൻ അങ്ങനെ ഇല്ല. മനസ്സിലായില്ലേ? ആരും വെക്കാം. ശ്രീബോധി ശ്രീ മഹാദേവിയാണ്, സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയെ അവരവർ വെക്കണം. ശ്രീബോധി വെച്ചാൽ ആചരിക്കാനുണ്ടോ? ശ്രീബോധിക്ക് നിങ്ങളൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. ഒരു വിളക്ക് കത്തിക്കുക, ഒരു കിണ്ടി വെള്ളം വയ്ക്കുക, ഒരു വാൽക്കണ്ണാടി വയ്ക്കുക, ദശപുഷ്പം വയ്ക്കുക. ഇതാണ് ശ്രീബോധിക്ക് ചെയ്യേണ്ട ചടങ്ങുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം ശ്രീബോധി പലക, ഇനി അടുത്തതാ ശ്രീബോധി പലക. അത് എന്താണ് അങ്ങനൊരു പലക? ആ പലക അറിയാത്തവർ പലരും ഉണ്ട് കേട്ടോ. അത് കഷ്ണം മുറിക്കാൻ പോലും ഉപയോഗിക്കണ എത്രയോ പേരുണ്ട് അല്ലേ? കാരണം ശ്രീബോധി പലക, കാരണവന്മാർ ശ്രീബോധി പലക വെച്ചു. ഇപ്പോഴുള്ളവർക്ക് അത് എന്താ പലകാന്ന് അറിയില്ല, അതെടുത്ത് ഉപയോഗിച്ചു. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഈ ശ്രീബോധി. മനസ്സിലായില്ലേ? ഒരു കാലത്ത് വീടുകളിലൊക്കെ പത്തായമുണ്ടായിരുന്നു, ഈ നെല്ലിട്ട് വെക്കുന്ന പത്തായം. ഈ പത്തായത്തിനെ ഒരു നീളത്തിലുള്ളൊരു പലക കൊണ്ടാണ് അടയ്ക്കുക. ഈ നീളത്തിലുള്ളൊരു പലക കൊണ്ടാണ് ഈ നെല്ലിട്ട് വെക്കുന്ന പത്തായത്തിനെ അടയ്ക്കുക. ഈ പലക, കാരണം കർക്കിടക മാസം നമ്മൾ അതിന് നെല്ലെടുക്കണം അല്ലേ? അപ്പം അന്ന് പത്തായം അടയ്ക്കില്ല. അപ്പം കർക്കിടക മാസത്തിൽ ആ പത്തായം അടയ്ക്കില്ല. അപ്പം ആ പലകയിൽ അണിയും, ഈ അരിമാവ് കൊണ്ട് ആ പലകയിൽ അണിയും. എങ്ങനെ അണിയെ അറിയോ? ഈ പണ്ട് പത്തായപ്പൂട്ട് എന്നൊരു അണിയലുണ്ട് അല്ലേ? ഇന്ന് എത്ര പേർക്ക് അത് അറിയുമെന്നറിയില്ല. അരിമാവ് കൊണ്ട് പത്തായപ്പൂട്ട് എന്നൊരു അണിയലുണ്ട്. രണ്ട് വര ഇങ്ങനെ ചതുരമായിട്ട് ആദ്യം ഈ രണ്ട് വരകൾ കൊണ്ട് ചതുരം കൂട്ടും. ശേഷം 4 കോടിക്കല്ലും അതിനൊരു വളയം കൂട്ടും. ശേഷം ഈ 2 വളയത്തിനെ യോജിപ്പിച്ച് പിന്നൊരു വളയം കൂട്ടും. വിശദീകരിച്ചത് പറഞ്ഞു തരണം, പൂർണ്ണമായി പറഞ്ഞു തരാൻ സമയമില്ലാത്തതുകൊണ്ട്. വളയം കൂട്ടും. ശേഷം അതിൽ തോരണങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ നടുവിൽ വാൽക്കണ്ണാടിക്ക് ഒരു വൃത്തം, 2 വര പകുതി ചേരുന്ന വൃത്തം കൂട്ടി നടുവിലൂടെ 2 വര ഒരു തൊഴുത് നിൽക്കുന്ന രൂപം കൂട്ടും. മനസ്സിലായില്ലേ? അതാണ് പത്തായപ്പൂട്ട്. അത് നിർബന്ധമാണ് വീടുകളിൽ, നിർബന്ധമായിരുന്നു വീടുകളിൽ. ഇന്നൊക്കെ സ്റ്റിക്കറായി മാറി, പെയിൻ്റായി മാറി. മനസ്സിലായില്ലേ? ആ അരിയിൽ അണിതു. അപ്പം അതൊന്നും നിങ്ങൾക്ക് അണിയാൻ അറിഞ്ഞില്ലെങ്കിലും 3 വരയെങ്കിലും ഇടുക. ആ പലകേമ്പിൽ 3 വരയെങ്കിലും ഇടുക. ചില ദിക്കിൽ 9 വരയിടും, 3 കുറി മേലെ താഴെ നടുവിൽ. ചില കുടുംബങ്ങളിൽ 4 ഭാഗത്ത് കൂടെ ഈ 2 വരകൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാവും. ശ്രീബോധി പലക എന്നാണ് അതിനെ പറയുക. പത്തായത്തിനെ അടയ്ക്കുന്നത് ആ പലകയുണ്ടാവും. അപ്പം ശ്രീബോധി എവിടെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പത്തായത്തിൽ ശ്രീഭഗവതി ഇരിക്കേണ്ടത് അവിടെയാണേ. അപ്പം ഈ കർക്കിടക മാസം മുഴുവൻ ശ്രീഭഗവതിയായിട്ട് ആ പലകയെ വെച്ച് ആദരിച്ചതിന് ശേഷം ചിങ്ങം തുടക്കത്തിൽ നിറപുത്തിരി പൂജ ചെയ്യും. എന്നിട്ട് ആ പലകേമ്പിലാണ് ചാണകത്തിൽ കതിര് ചേർത്ത് വയ്ക്കുക. അപ്പോൾ ശ്രീബോധിയെ നമ്മൾ എവിടെയും വിടില്ല അല്ലേ? ആലോചിക്കുക, ശ്രീബോധി ഇല്ലെങ്കിൽ പോവേ അതിമ എവിടെയും ഒരു ഭാഗത്തിരിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകരുതെന്നും പറഞ്ഞ് ധാന്യലക്ഷ്മിയായി ആ ലക്ഷ്മിയെ നമ്മൾ ആ പത്തായത്തിൽ വെക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കുക, എത്ര വലിയൊരു സംഗതിയാണ് അതിൽ അടങ്ങിയിരിക്കണേ അല്ലേ? ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇത്ര വലിയൊരു മഹത്തായ കൃതി അവിടെ നടക്കേണ്ടതെന്ന് ആരെങ്കിലും ചിന്തിച്ചുവോ? ശ്രീബോധിയെ 1 മാസം നമ്മൾ പലകയിൽ ശ്രീബോധിയെ വിളിച്ചു ഇരുത്തിയിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ പത്തായം വിട്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് പത്തായത്തിൽ അവിടെ നിറച്ചു. ഇല്ലന്നറ, വല്ലന്നറ, വല്ലോട്ടി നിറ അല്ലേ? അപ്പോൾ അവിടെ വലോട്ടിയിലും വല്ലത്തിലും നിങ്ങൾ നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ശ്രീബോധി അപ്പം ആ വീട് വിട്ടു പോവുമോ? അല്ലേ? ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്കുള്ള കവചം അന്നത്തെ കാരണവന്മാർ സൃഷ്ടിച്ചിരിക്കണം. നോക്കൂ, ഇന്ന് നമുക്ക് വല്ല ചിന്തയുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇത്ര മഹത്തായ ഒരു ക്രിയയാണത്. അപ്പോൾ ശ്രീബോധി വെക്കൽ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? വെക്കേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? വീട്ടിൽ ശ്രീ ഭഗവതി വേണമെങ്കിൽ വെച്ചോളൂ, ഇല്ല മൂദേവി മതിയെങ്കിൽ വെക്കണ്ട. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണു. എന്ത് വീട്ടിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണു. അവിടെ ശ്രീബോധി പലകയിൽ ഒരു വാൽക്കണ്ണാടി വെക്കണു. എന്തിനാണ് വാൽക്കണ്ണാടി വെക്കണ അറിയോ? ഈ വീട്ടിലത്തെ സ്ത്രീകളെല്ലാം ശ്രീബോധിയാണ്.
ഈ വീട്ടിലത്തെ ശ്രീ ഭഗവതിയാണ്, ഇവിടെയുള്ള സ്ത്രീകളല്ല. വാൽക്കണ്ണാടി വെച്ചില്ലെങ്കിലോ? അല്ലേ? നാം ആരെയും പറയണില്ലേ, പക്ഷെ അറിയാം വാൽക്കണ്ണാടി വെച്ചില്ലെങ്കിൽ എന്താവും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ വാൽക്കണ്ണാടി വെച്ചില്ലെങ്കിൽ ആരായിരിക്കും? നാം പറഞ്ഞിട്ടില്ല കേട്ടോ, നാം ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ അവരവർ തീരുമാനിക്കുക. വാൽക്കണ്ണാടി അതാണ് കേട്ടോ. അങ്ങനെ വാൽക്കണ്ണാടി വെച്ചു. പിന്നെ വെക്കണത് എന്താ? ഒരു കിണ്ടി വെള്ളം. ഈ ഒരു കിണ്ടി വെള്ളത്തിൻ്റെ ഉദ്ദേശം, ആ കിണ്ടി ആ കുടുംബത്തിലെ ഗ്രഹനാഥനാണ് അല്ലേ? ആ വെള്ളത്തെ അവിടെ കുടുംബത്തിനെ മുഴുവൻ അന്നമൂട്ടി സംരക്ഷിക്കണമെങ്കിൽ ആർക്ക് ആരോഗ്യം വേണം? ഗ്രഹനാഥന് വേണം. ശ്രീബോധിയും അതുപോലെ ധാന്യലക്ഷ്മിയും ധനലക്ഷ്മിയും ഒക്കെ വേണമെങ്കിൽ ഗ്രഹനാഥൻ നിലയായിരിക്കണം. ആ ഗ്രഹനാഥൻ നിലയായിരിക്കണമെങ്കിൽ അവിടെ എന്തു വേണം? അമൃത കുംഭം വേണം അല്ലേ? ആ അമൃത കുംഭമാണ് ഗ്രഹനാഥന് കൊടുക്കുന്നത്. ഗ്രഹനാഥന് അമൃതം കൊടുത്താലല്ലേ അയാൾ അവിടെ ആരോഗ്യത്തോടു കൂടി ആയസോടു കൂടി ഇരിക്കുള്ളൂ. ആയസോടു കൂടി ആരോഗ്യത്തോട് ഗ്രഹനാഥൻ ഇരുന്നാലല്ലേ ആ കുടുംബം നന്നാവുള്ളൂ അല്ലേ? അതിനാണ് ഒരു കിണ്ടി വെള്ളം അവിടെ വെക്കുന്നത്. അപ്പോൾ വെള്ളം വെക്കേണ്ട ആവശ്യം മനസ്സിലായില്ലോ? അപ്പോൾ വെള്ളം അപ്പോൾ എന്തിനു വെക്കണം എന്ന് അറിഞ്ഞിട്ട് വെക്കണോ വേണ്ടോ എന്നൊക്കെ എല്ലാവരും തീരുമാനിക്കുക. മനസ്സിലായില്ലേ? കിണ്ടിയും വെള്ളം വെച്ചു. ഇനി അടുത്തത് ദശപുഷ്പം അല്ലേ? ഈ ദശപുഷ്പത്തിന് വലിയൊരു അർത്ഥമുണ്ട് അല്ലേ? അറിയോ എല്ലാവർക്കും അതിൻ്റെ അർത്ഥങ്ങൾ? അറിയുമായിരിക്കാം. എങ്കിലും നമുക്കറിയുന്ന ചെറിയ കാര്യങ്ങൾ പറയാം കേട്ടോ. ഈ ദശപുഷ്പങ്ങളിൽ തന്നെ വലിയ അർത്ഥമാണ് കേട്ടോ. ചെറിയ അർത്ഥമേ അല്ല, വലിയ അർത്ഥമാണ്. മനസ്സിലായില്ലേ? ദശപുഷ്പങ്ങളിൽ ആദ്യം നമുക്ക് എന്തു വേണം? കർക്കിടക മാസത്തിൽ സൂര്യനാണ് അത്രേ കുറവ് അല്ലേ? സൂര്യൻ ഇടയ്ക്കിടയ്ക്കല്ലേ വന്ന് നോക്കുള്ളൂ. കർക്കിടക മാസത്തിലെ സൂര്യൻ വിരുന്നുകാരനാണ്. അല്ലാത്ത മാസത്തിലുള്ള സൂര്യനൊക്കെ വീട്ടുകാരനായിരിക്കും. കർക്കിടക മാസത്തിലെ സൂര്യൻ വിരുന്നുകാരനാണ്, വന്നും പോയിക്കൊണ്ടുവരിക്കും അല്ലേ? അപ്പം ആ സൂര്യനെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടേ? ഒന്നാലോചിക്കൂലേ? സൂര്യൻ വേണ്ടേ വീട്ടിൽ? എല്ലാവരും ഒന്ന് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം കേട്ടോ. ചിലരൊക്കെ ഉറങ്ങുകയാണ്, അപ്പോൾ ആ ഉറക്കത്തടമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം എന്താ അറിയോ? കർക്കിടക മാസത്തിൽ സൂര്യൻ വേണം അല്ലേ? അപ്പോൾ സൂര്യനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം എന്താണ്? കറുക. മനസ്സിലായില്ലേ? കറുകപ്പുല്ല് ആരെ പ്രതിനിധീകരിക്കുന്നു? സൂര്യനെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പം കർക്കിടക മാസത്തിൽ നമുക്ക് സൂര്യൻ വേണ്ടേ അല്ലേ? സൂര്യനിൽ നിന്ന് ഉള്ള അംശങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? തളരും നമ്മൾ. അപ്പം സൂര്യൻ വേണം, അപ്പം കറുക വേണം അല്ലേ? പിന്നെ എന്ത് വേണം? ശൈവ വൈഷ്ണവ ശാക്തേയം വേണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരാൾ സാധുവാണ് കേട്ടോ, ആൾ സത്വഗുണം മാത്രമേ ഉള്ളൂ, അങ്ങനെ അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ലോകത്ത് പറ്റില്ല. പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിക്കും അല്ലേ? രജോ ഗുണം ഇവിടെ നിലനിർത്തേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ ജീവിക്കാൻ പറ്റുന്ന രജോ ഗുണം വേണ്ടേ? വേണം. തമോ ഗുണം വേണ്ടേ? ഇത് 3 വേണം. ഈ 3നെയും പ്രതിനിധീകരിച്ചിട്ട് ശൈവ വൈഷ്ണവ ശാക്തേയങ്ങൾ വേണം അല്ലേ? ശിവൻ വേണം, വിഷ്ണു വേണം, ശാക്തേയം ഭഗവതി ശക്തി വേണം അല്ലേ? പാർവതി ശ്രീപാർവതി വേണം. ഇതിൽ ശിവനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? ആ പുഷ്പത്തിൻ്റെ പേര് കയ്യുണ്ണി. മനസ്സിലായില്ലേ? ചില ദിക്കിൽ കഞ്ഞുണ്ണി എന്നും പറയും. മനസ്സിലായില്ലേ? അതിനെ പൂജാഫലത്തിൽ പറയുമ്പോൾ ഭൃംഗരാജ്. ഭൃംഗം എന്ന് വെച്ചാൽ എന്താ? മല. ഭൃംഗങ്ങൾ മലകളുടെ വേറൊരു ഭാഗമാണ്. ഭൃംഗങ്ങളുടെ എല്ലാം രാജാവാരാണ്? സാക്ഷാൽ മഹാദേവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ശൃംഗങ്ങളും ഭൃംഗങ്ങളും ഒക്കെ കാക്കുന്നത് അദ്ദേഹമാണ്. മനസ്സിലായില്ലേ? കടലിനും മലയ്ക്കും കാവലായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പുഷ്പമാണ് ഭൃംഗരാജ്.
ഇപ്പൊക്കെ ഭൃംഗരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുടിക്കുള്ള മരുന്നായതുകൊണ്ട് പെട്ടെന്ന് അറിയും. മനസ്സിലായില്ലേ? അപ്പം മുടിയിലും ആരാ ശ്രേഷ്ഠൻ? പരമദേവൻ തന്നെയല്ലേ, മഹാദേവനല്ലേ ഏറ്റവും കൂടുതൽ ഇടയൊക്കെ വെച്ച് നടക്കണുള്ളൂ. എന്നാലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ രണ്ടാമത്തത് ശിവൻ. ശിവനുള്ള പുഷ്പം എന്താണ്? കയ്യുണ്ണി അല്ലെങ്കിൽ ഭൃംഗരാജ്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ പുഷ്പമായി. പുഷ്പത്തിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ ഓർക്കില്ല. അതുകൊണ്ടാണ് ഈശ്വരന്മാരുടെ പേരിലും അതിൻ്റെ വ്യക്തതയും പറഞ്ഞു തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ മഹാവിഷ്ണു. ശൈവം കഴിഞ്ഞാൽ വൈഷ്ണവാണല്ലേ? വിഷ്ണു ശ്രീമന്നാരായണൻ. ശ്രീമന്നാരായണൻ്റെ പുഷ്പം ഏതാ? പേരിൽ തന്നെ ഉണ്ട്, കൃഷ്ണക്രാന്ത അല്ലെങ്കിൽ വിഷ്ണുക്രാന്ത. രണ്ട് പേരിലും പ്രാദേശികമായി ഈ പുഷ്പങ്ങൾക്ക് വേറെ പേരുകൾ ഉണ്ടാവാം കേട്ടോ. അങ്ങനെ കൃഷ്ണക്രാന്ത അല്ലെങ്കിൽ വിഷ്ണുക്രാന്ത എന്നത് നാരായണൻ്റെ പുഷ്പമാകുന്നു. അപ്പം അവിടെ ആയി, മഹാവിഷ്ണു ആയില്ലേ? മനസ്സിലായോ? ഇനി അടുത്തത് ശാക്തേയം. ശക്തി ആരാ? പാർവതി. പാർവതിക്കുള്ള പുഷ്പം ഏതാണ്? മുക്കുറ്റി. മനസ്സിലായില്ലേ? മുക്കുറ്റി പാർവതിയുടെ പുഷ്പമാണ്. മനസ്സിലായില്ലേ? അപ്പം മുക്കുറ്റി വന്നു അല്ലേ? അപ്പം മുക്കുറ്റി വെച്ചാൽ ശക്തി വന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ശിവനും വന്നു, സൂര്യനും വന്നു, ശൈവ വൈഷ്ണവ ശാക്തേയങ്ങൾ വന്നു. പിന്നെ എന്ത് വേണം? അടുത്തത് വേണ്ടത് സംഹാരതത്വമാണ്. യമൻ അല്ലേ? അടുത്തത് യമനാണ്. യമൻ്റെ പുഷ്പം ഏകദേശം എല്ലാവർക്കും അറിയും. ഏതാ യമൻ്റെ പുഷ്പം? ചെറൂള. അതും അറിയില്ല കുറച്ച് പേർക്കൊന്നും കേട്ടോ. ചെറൂളയാണ് യമൻ്റെ പുഷ്പം. മനസ്സിലായില്ലേ? അപ്പോൾ ചെറൂള വന്നു. ഇപ്പം എത്ര പുഷ്പമായി? 5 പുഷ്പമായി ഇപ്പോൾ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ? സൃഷ്ടി വേണം. പിന്നെ ജനിക്കണ്ടേ അല്ലേ? പിന്നെ വേണ്ടത് സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ നാഥൻ ആരാ? സൃഷ്ടിയുടെ നാഥൻ ബ്രഹ്മാവ് അല്ലേ? അപ്പം നാൻമുഖനായ ബ്രഹ്മാവിൻ്റെ പുഷ്പം ഏതാണ്? പൂവാങ്കുറുന്നില. മനസ്സിലായില്ലേ? പൂവാങ്കുറുന്ന് എന്ന് പറയുന്ന പുഷ്പം ബ്രഹ്മാവിൻ്റെ പുഷ്പമാണ്. മനസ്സിലായില്ലേ? അപ്പം ബ്രഹ്മാവായി. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഈ സൃഷ്ടി എവിടെ വേണം? ഭൂമിയിൽ വേണം അല്ലേ? ഭൂമിയിലല്ലേ വേണ്ടത്? അപ്പോൾ ഭൂമിയിൽ വേണം. അപ്പോൾ ഭൂമിയാണ് ഇനി അടുത്ത് സ്മരിക്കേണ്ടത്. ഭൂമിയുടെ പുഷ്പം ഏതാ? അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് ഭൂമിയുടെ പുഷ്പം പറയൂ. നിലപ്പന. പേരിലില്ലേ നിലം? നിലപ്പനയാണ് ഭൂമിയുടെ പുഷ്പം. മനസ്സിലായില്ലേ? പിന്നെ ഭൂമിയായി. ഇനി അടുത്തത് വേണ്ടുന്നത് എന്താ? നമുക്ക് സുന്ദരന്മാരും സുന്ദരിമാരും ആവണ്ടേ? സൗന്ദര്യം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മുഖത്ത് നോക്കി വിരൂപി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? തമ്പുരാനാണെന്ന് നോക്കില്ല, അടിച്ചിട്ട് പോവും അല്ലേ? വിരൂപി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമേ ഉള്ളൂ ഈ ഭൂമിയിൽ. രണ്ട് വിരൂപനുമായിട്ട് ശിവനും ഭദ്രകാളിയും മാത്രമേ ഉള്ളൂ. അവർ മാത്രമേ വിരൂപി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുള്ളൂ. മനസ്സിലായില്ലേ? വേറെ ആരും സന്തോഷിക്കില്ല. ബാക്കി എല്ലാവരും സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. നിങ്ങളൊക്കെ കാണുമ്പോഴേ ഞാൻ കുറച്ച് ഗംഭീരാവണമെന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആടെ കൊടുത്തിട്ട് വന്നിരിക്കണത്. അപ്പം സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരാരുമില്ല അല്ലേ? തമ്പുരാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കില്ലേ? അല്ലേ? അപ്പോൾ സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവർ ഈ ലോകത്ത് ആരുമില്ല. അപ്പം ആ സൗന്ദര്യത്തിൻ്റെ നാഥനാരാ? ഇന്ദ്രനാണ് സൗന്ദര്യത്തിൻ്റെ നായകൻ. അപ്പം ആ ഇന്ദ്രനുള്ള പുഷ്പം എന്താണ്? ഉഴിഞ്ഞ ഇന്ദ്രൻ്റെ പുഷ്പമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ദ്രനും വന്നു. മനസ്സിലായില്ലേ? ഇപ്പം എത്ര പുഷ്പങ്ങൾ പറഞ്ഞു? 8 പുഷ്പങ്ങൾ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി 9ാമത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ 8 പുഷ്പങ്ങൾ ഇന്ദ്രനടക്കമുള്ളവർ വന്നു അല്ലേ? ഇനി നമുക്കുള്ളത് ആരൊക്കെയാണ്? അല്ല, ഇനി നമുക്ക് ആരെയാണ് വേണ്ടത്? നമ്മൾ ആകെ എത്തിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്ത് വേണം?
സൗന്ദര്യം മാത്രം മതിയോ നിങ്ങൾക്ക്? സമ്പത്ത് വേണ്ടേ? ബഹു കഷ്ടം കേട്ടോ. സൗന്ദര്യം മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? സമ്പത്ത് വേണ്ടേ അല്ലേ? അപ്പം ആ സമ്പത്തിന് ആര് പ്രസാദിക്കണം? സാക്ഷാൽ മഹാലക്ഷ്മി പ്രസാദിക്കണം അല്ലേ? ശ്രീദേവിക്കുള്ള പുഷ്പം തിരുതാളി. അപ്പം ശ്രീദേവിക്കുള്ള പുഷ്പം ഏതാ? തിരുതാളി. മനസ്സിലായില്ലേ? പിന്നെ ഇനി ഒന്നേ ഉള്ളൂ. എന്ത് വേണം? പ്രത്യുൽപാദനം വേണം അല്ലേ? ഇതൊക്കെ ഉണ്ടായി. വംശമില്ലെങ്കിൽ പിന്നെ ഉണ്ടായിട്ട് എന്താ കാര്യം അല്ലേ? അപ്പോൾ വംശം ഉണ്ടാവണം, അതിന് പ്രത്യുൽപാദനം വേണം. അതിനെന്തു വേണം? കാമദേവൻ വേണം അല്ലേ? കാമദേവൻ്റെ പുഷ്പം ഏതാണ്? മുയൽ ചെവി. മനസ്സിലായില്ലേ? മുയൽ ചെവി കാമദേവൻ്റെ പുഷ്പമാണ്. ഈ സത്സംഗം തുടങ്ങുമ്പോൾ നാം പറഞ്ഞിരുന്നു എല്ലാവരും പേനയും പേപ്പറൊക്കെ കയ്യിൽ വെച്ചോളാൻ. അവിടെ ഇരുന്നാൽ മതി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ഇത് മറന്നു എന്ന് പറഞ്ഞാൽ ബഹു കഷ്ടാട്ടോ. ഇതൊക്കെ എഴുതി വെക്കുക. ഇത് എഴുതി വെക്കാൻ മറന്നു പോയവർ ഇനിയിപ്പോൾ അതിൻ്റെ വെപ്പാദമൊന്നും കാണിക്കേണ്ട. ഇതൊക്കെ ഇവിടെ റെക്കോർഡാവണ്ടോ ചോദിച്ച് മനസ്സിലാക്കുക, എഴുതി വെക്കുക. ഇതൊക്കെ നിങ്ങളിനി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തം തരികയാണ്. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ ചെയ്യണ്ടോ എന്ന് നോക്കാൻ ഒരു ചെരുപ്പി മുത്തിയെ ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളിതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? കുട്ടികളെ പഠിപ്പിച്ച് അടുത്ത തലമുറയെ നമ്മൾ നന്നാക്കാൻ വേണ്ടി അത് പറഞ്ഞു തരുന്നത്. ഈ ദശപുഷ്പങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലോ അല്ലേ? ഏതൊക്കെ മൂർത്തികളെ പ്രതിനിധീകരിക്കണമെന്ന് മനസ്സിലായില്ലോ. ഇനി ഇത് നമ്മുടെ വിശ്വാസം, ഇതിൻ്റെ ശാസ്ത്രീയ ഭാവം. മനസ്സിലായില്ലേ? ഇതിനെല്ലാം ഔഷധ ഗുണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇതിനെല്ലാം ഔഷധ ഗുണങ്ങളുണ്ട്. കറുകയ്ക്ക് രക്തശുദ്ധി ചെയ്യാനുള്ളതും ആമാശയ ശുദ്ധി ചെയ്യാനുമുള്ള ഗുണങ്ങളുണ്ട്. ഇതിൽ മുഴുവൻ പറയാൻ ഒരുപാടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടിയിട്ട് പറയാം. 1 മണിക്കൂർ സംസാരിക്കാനും ബാക്കി ചോദ്യോത്തരത്തിനും വെച്ചതാണ്. അപ്പോൾ അതൊരു ആദ്യ ദിവസം തന്നെ മുഷിപ്പിക്കലാവണ്ട വച്ചിട്ട് ഇതാണ് ഈ 10 പുഷ്പങ്ങൾ. ഇതിലെല്ലാം ആരോഗ്യത്തിന് ആമാശയ ശുദ്ധി, രക്തശുദ്ധി, ത്വക്കുരോഗ ശമനം, അതുപോലെ നേത്രരോഗ ചികിത്സയ്ക്ക്, ഗർഭാശയ രോഗ ചികിത്സയ്ക്ക്, അണ്ടോൽപാദനത്തിന്, ബീജോൽപാദനത്തിന്, അതുപോലെ തന്നെ ഓർമ്മശക്തിക്ക്, ബുദ്ധിശക്തിക്ക്, അതുപോലെ എല്ലാ മനുഷ്യൻ്റെയും ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന വാതരോഗ ജ്വരവ്യാധികൾക്ക് ഉള്ള ചികിത്സ. ഇങ്ങനെ ചെറിയ ഭാഗമായ 10 ചികിത്സയും ഇതിലുണ്ട്. ഓരോ ചെടിയുടെയും ചികിത്സ പറയാൻ ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ചികിത്സാ ഗുണം ഒരുപാടുണ്ട്. അതൊക്കെ നാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു മടിയുമില്ല. ഇതുപോലെയൊക്കെ കൂടിക്കോളൂ, പറഞ്ഞു തരാം. പക്ഷേ ഈ ചികിത്സാ ഗുണങ്ങളടങ്ങിയ അത്യൗഷധമായ 10 ചെടികളാണ് ഈ ദശപുഷ്പങ്ങൾ. ഈ ദശപുഷ്പങ്ങൾ പറിച്ച് ആ കിണ്ടിയിലെ വെള്ളത്തിലിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. സമൂലം സമൂലം പറിച്ച് കിണ്ടിയിലെ വെള്ളത്തിലിട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധായി വന്ന് ഈ ശിവൂതി പറയുന്ന ശുദ്ധാക്കി ഈ കിണ്ടിയിലെ ദശപുഷ്പങ്ങളെ എടുത്ത് ചെയ്യേണ്ട പ്രക്രിയ വേറുണ്ട്. ആ വെള്ളം എല്ലാവരും കുടിക്കണം. ഔഷധ ഗുണം പറഞ്ഞുകൊണ്ട് സമൂലം ആ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടിച്ചാൽ ഉള്ള ഗുണമൊന്ന് ചിന്തിച്ചു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് എത്ര വലിയ സംരക്ഷണമാണ് നമ്മുടെ ധർമ്മം നമുക്ക് ചെയ്യുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കും അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്ര മഹത്തായ കാര്യം നമ്മുടെ മൺമറഞ്ഞു പോയവർ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളത് ചെയ്യണം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അപ്പൊ ഇത് കുടിക്കണം. കുടിക്കുമ്പോൾ നിങ്ങൾ കുടിക്കുക, കുടുംബത്തിൽ എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തി പ്രാപിക്കും. പിന്നെ ഇനി അടുത്തത് ഇതിലേക്ക് തൊട്ടിട്ടാണ് ഇനി ഓരോ കാര്യങ്ങളുള്ളത് കേട്ടോ. അടുത്തതാണ് ഔഷധക്കഞ്ഞി, കർക്കിടക കഞ്ഞി. കഞ്ഞിപായസത്തിന് ഭയങ്കരമായിട്ട് കാണുന്നവരാണ് എല്ലാവരും കഞ്ഞി കുടിക്കുകയാണ്, കഞ്ഞിപായസം ചെയ്യുന്നത്. എന്താ ഈ കഞ്ഞി? അതൊക്കെ ആയുർവേദ കടയിൽ പോയാൽ ഔഷധ കഞ്ഞി ചോദിച്ചാൽ അവരൊരു കൂട്ട് തരും. അതിലെന്താണെന്ന് പോലും ചിന്തിക്കാണ്ട് അതുകൊണ്ട് കുത്തി അങ്ങോട്ട് കലക്കി കുടിച്ചു. ഞാനും ഔഷധക്കഞ്ഞി കുടിച്ചു എന്ന് ചിന്തിച്ചു അല്ലേ? നമ്മളെയൊക്കെ പറ്റിക്കാൻ സിമ്പിളാണ്.
കുശല സ്വഭാവമുള്ളവർക്ക് നമ്മളെയൊക്കെ പറ്റിക്കാൻ പറ്റും. എന്താ അറിയോ, നമുക്ക് ചിന്താബുദ്ധി ഉണ്ട്, നമ്മൾ ഉപയോഗിക്കണില്ല. ചിന്താബുദ്ധി നമുക്കുണ്ട്, നമ്മൾ ഉപയോഗിക്കണില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? കർക്കിടക കഞ്ഞിക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട അരി തന്നെ വ്യത്യാസമാണ്. ഏതരിയാ കർക്കിടക കഞ്ഞിക്ക് ഉപയോഗിക്കുക? കർക്കിടക കഞ്ഞിക്ക് നിങ്ങൾ ഏതരി ഉപയോഗിക്കുന്നു അത് ശുദ്ധമായതും മെഷീനിലൊന്നും പൊടിച്ച് അല്ലെങ്കിൽ പോളിഷൊന്നും ചേർക്കാത്തതും, പാക്കറ്റൊക്കെ വാങ്ങിക്കുന്നതിൽ പോളിഷല്ലേ, പോളിഷൊന്നും ചേർക്കാത്തതുമായിട്ടുള്ള അരി നമ്മൾ തലേ ദിവസം തന്നെ സാക്ഷാൽ ശ്രീപരമാത്മാനാവനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ ഭഗവാന് ഓരോ ദിവസവും വെള്ളരി നേദിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വെള്ളരി നേദിക്കാൻ കഴിവില്ലാത്തവർ മനസ്സിൽ സങ്കല്പിക്കുക, ഇത്ര പിടി അരി ദിവസം സങ്കല്പിക്കുക. ആ അരി വേണം കർക്കിടക കഞ്ഞിക്ക് എടുക്കാൻ. ആ അരി ഏതൊക്കെ അരി ഉപയോഗിക്കാം? പ്രധാനമായിട്ട് അതിൽ ഉപയോഗിക്കാവുന്ന അരി ഒന്ന് രക്തശാലി. അപൂർവമായിട്ടേ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച അരിയാണ്. മനസ്സിലായില്ലേ? എന്തിനാ ഉപയോഗിച്ചറിയോ? ദൃഢതയും രക്തശുദ്ധിക്കുമാണ്. മനസ്സിലായില്ലേ? ഇന്ന് അതിന് കേരളത്തിൽ ഉണ്ടാവുന്ന അരി കഴിക്കാനുള്ള ഭാഗ്യവും സുഹൃതവും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? എവിടെന്തോ ഉണ്ടാക്കിയ അരി, പ്ലാസ്റ്റിക് അരി പോലും കഴിക്കാനുള്ള പാതകം ചെയ്ത ജന്മങ്ങളായി ഇപ്പം നമ്മളൊക്കെ. ഈ ഒരു കർക്കിടക മാസം കർക്കിടക കഞ്ഞി കുടിക്കാനെങ്കിലും ദയവ് ചെയ്ത് എല്ലാവരും നാടനരി വാങ്ങിക്കുക കേട്ടോ. നാടനരി പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ കലർത്തിയ അരി പോയി വാങ്ങിച്ച് കഴിച്ച ആപത്തൊന്നും വരുത്തി വെക്കരുത്. മനസ്സിലായില്ലേ? തവിട് കളയാതുള്ള അരി വാങ്ങിച്ച് അതിൽ കർക്കിടക കഞ്ഞി വയ്ക്കുക. അത് രക്തശാലി, നവര, മനസ്സിലായില്ലേ, നാടൻ മട്ട, വയനാടൻ മട്ട, അങ്ങനെ നമുക്കറിയുന്നതേ പറഞ്ഞുള്ളൂ. ഇതുപോലെ അനവധി ഉണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? പണ്ടത്തെ ഒരു ജീരകശാല, മനസ്സിലായില്ലേ, കവഴക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്, നമുക്കറിയാത്ത കുറേ വിത്തുകളുണ്ട്. അപ്പോൾ നാടനരി എപ്പോഴും നമ്മുടെ പ്രദേശത്തുള്ള അരിയാണ് നമ്മുടെ ശരീരം. കാരണം നമ്മൾ അനുഭവിക്കുന്ന കാറ്റും വെളിച്ചമാണ് അത് അനുഭവിക്കുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ദൂരത്തെ ഏതോ നാട്ടിലെ ഏതോ വളമിട്ട് വളർത്തിയതൊന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. സാധാരണ ദിവസം അത് ചെയ്യാൻ പറയാൻ നമുക്ക് ഉത്തരവാദിത്തമില്ല. കാരണം അത് കിട്ടുമെന്ന് തന്നെ നിരീക്ഷിക്കാൻ വയ്യ. ഈ ഒരു മാസം നിങ്ങൾ അന്വേഷിച്ച് പിടിച്ച് കണ്ടുവെച്ച് അത് വാങ്ങിച്ച് അത് തലേ ദിവസം ഭഗവാന്റെ പാദത്തിൽ വെക്കുക. അടുത്ത ദിവസം അതെടുത്ത് കഞ്ഞി വെക്കുക. ആ കഞ്ഞിയിൽ എന്തൊക്കെ ചേർക്കണം? മനസ്സിലായില്ലേ? എല്ലാവരും ആയുർവേദ ഡോക്ടർമാരൊന്നും ആയിരിക്കില്ല അല്ലേ? സുലഭമായി അവരവരുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ കഞ്ഞിയിൽ നിങ്ങൾ ചേർക്കേണ്ടത് ധാന്യങ്ങൾ. മനസ്സിലായില്ലേ? ധാന്യങ്ങൾ ഈ കഞ്ഞി ചേർക്കണം. എന്തൊക്കെ ധാന്യം ചേർക്കണം? ഉലുവ, അതുപോലെ ചെറുപയർ, മനസ്സിലായില്ലേ? മറ്റവരവർ ഈ ധാന്യം എന്തായാലും ചേർക്കണം. ബാക്കിയുള്ള ധാന്യങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കാരണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പല രോഗങ്ങൾക്ക് അരോചകമായ ചില ധാന്യങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോരോ സൗകര്യം പോലെ ചേർക്കുക. ഈ രണ്ടെണ്ണം നിർബന്ധമായും ചേർക്കണം. മനസ്സിലായില്ലേ? ഉലുവയും ചെറുപയറും നിർബന്ധമായി. അതൊന്ന് മുളപ്പിച്ച ചെറുപയർ ആച്ചാൽ പറയുകയും വേണ്ട, ഗെയിമായി. മനസ്സിലായില്ലേ? ആ മുളപ്പിച്ച ചെറുപയറിൻ്റെ സൂത്രമാണ് തലേ ദിവസം ഭഗവാന്റെ പാദത്തിൽ വെക്കാൻ പറയണത് അല്ലേ? തലേ ദിവസം കഴുകി ഭഗവാന്റെ പാദത്തിൽ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് മുളച്ചു അല്ലേ? ഭക്തിക്ക് ഭക്തിയുമായി, ആരോഗ്യത്തിന് ആരോഗ്യമായി. മനസ്സിലായില്ലേ? അപ്പോൾ അത് വെച്ചു. ശേഷം പിന്നെ എന്ത് ചേർക്കണം? മരുന്ന്. മനസ്സിലായില്ലേ? പച്ച മരുന്ന്. ആലോചിക്കേട്ടോ, പച്ച മരുന്ന്. പച്ചമരുന്നിന് നമ്മൾ എവിടെ പോവുക അല്ലേ? പച്ചമരുന്നിന് എവിടെ പോവുക? പച്ചമരുന്ന് കേടാ പണ്ടത്തരാണത്. മനസ്സിലായില്ലേ? നമ്മൾ പച്ചമരുന്നല്ലേ പറിച്ച് കിണ്ടിയിലിട്ട് വെച്ചത് തലേ ദിവസം. ഹൈ, എന്താ ഒരു കഷ്ടം! പച്ചമരുന്ന് നമ്മൾ തലേ ദിവസം വലിച്ച് കിണ്ടിയിലിട്ട് വെച്ചു അല്ലേ? അതെടുത്ത് കഴുകി സമൂലം അരച്ച് അതിൻ്റെ നീരെടുത്ത് അത് ചേർക്കണം. പച്ചമരുന്നിന് നമ്മളെവിടെ, കാരണം ഇതിലൊന്നിനും നമ്മൾ എവിടെയും പോകണ്ട. എല്ലാം ഭഗവാൻ നമുക്ക് വേണ്ടി സ്വരുക്കൂട്ടിയുണ്ട്. പക്ഷെ നമുക്കത് വേണ്ട.
അല്ലേ? നമുക്ക് വേണ്ട. ഗുരുവായൂരിൻ്റെ പരിസരത്തിരിക്കണവർ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നില്ല. നമ്മളിവിടെ നിന്ന് അരിഷ്ടം അനുഭവിച്ച് കാണാൻ പോകും, അല്ലേ? എന്താ കാര്യം? അടുത്തിരിക്കുമ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാവില്ല അത്ര. അതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ പച്ചമരുന്ന് അരച്ചു, പച്ചമരുന്ന് ചേർത്തു. ഇനി അതിൽ എന്തു വേണം? പൊടിമരുന്ന്. അടുത്തത് പൊടിമരുന്നാണല്ലേ. അപ്പോഴാണ് അവിടെ നിൽക്കുന്നത്. ആയുർവേദ കടയിൽ പോയി പൊടിമരുന്ന് വാങ്ങിച്ചു. ആരും ആയുർവേദത്തിൽ നിന്ന് വാങ്ങുന്നതിന് നാം എതിര് പറഞ്ഞിട്ടില്ല കേട്ടോ. നാളെ അമ്പോറ്റി തമ്പുരാൻ വാങ്ങണ്ട പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും പറയരുത്, മനസ്സിലായില്ലേ? ആയുർവേദം നാം പറയുന്നതിനേക്കാൾ മരുന്നിൻ്റെ ശാസ്ത്രീയമായിട്ട് അവർക്ക് പറയാൻ പറ്റും, അവർ തരും. ഇത് സ്വാഭാവികമായ വീടുകളിൽ അന്ന് പൂർവികർ ചെയ്തിരുന്നത്, മുത്തശ്ശി വൈദ്യപ്രകാരം ചെയ്തിരുന്നതൊക്കെയാണ് പറഞ്ഞു തരുന്നത്, മനസ്സിലായില്ലേ? അലോഹ്യമൊന്നുമില്ലാതെ നമ്മൾ മുറ്റത്ത് നടന്ന് ചെയ്യാവുന്ന കാര്യം, അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കാവുന്ന കാര്യം. ഇനി പൊടിമരുന്ന്. പൊടിമരുന്നിൽ ചേർക്കേണ്ടത് എന്താ? ആദ്യം വരട് മഞ്ഞൾ. മഞ്ഞപ്പൊടിയല്ല കേട്ടോ, അതും കൂടി ആക്കിയോളൂ. മഞ്ഞൾ പൊടിയല്ല. പണ്ട് അവനവൻ്റെ തുളസിത്തറയിൽ മഞ്ഞൾ നട്ട് വളർത്തുന്നൊരു സ്വഭാവം വീടുകളിലുണ്ടായിരുന്നു. കർക്കിടക മാസം മുമ്പ് അതിനെ പിഴക്കി അതിനെ ഉണക്കി എടുത്ത് വയ്ക്കും. എന്തിനറിയോ? ഈ മരുന്നിൽ ചേർക്കാൻ. വേറെ മരുന്ന് ചേർത്താൽ അതിൻ്റെ ബലമില്ല കേട്ടോ. ഇപ്പോൾ പൊടിമരുന്നിന് പൊടിച്ച മഞ്ഞൾ, പൊടിച്ച കുരുമുളക്, പൊടിച്ച കുരുമുളക് കേട്ടോ, കരിഞ്ജീരകം. അപ്പോൾ കരിഞ്ജീരകം, തിപ്പിലി, അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ, തിപ്പിലി. ഇതിൽ മഞ്ഞൾ മാത്രം വറുത്ത് പൊടിക്കരുത്, അത് പുഴുങ്ങി ഉണക്കി പൊടിക്കുക. മറ്റുള്ള ഈ ധാന്യങ്ങളെല്ലാം, ഈ പറഞ്ഞ മരുന്നുകൾ ഒന്ന് ചെറുതായി വറുത്ത് പൊടിച്ച് അതിൽ ഉപയോഗിക്കണം. ജീരകം, അയമോദകം, ഓമം എന്നും പറയൂ അതിന് കേട്ടോ. ഈ വക വറുത്ത് പൊടിക്കുക കേട്ടോ. എന്നിട്ട് പൊടിമരുന്നായി അതിൽ ചേർക്കണം കേട്ടോ. ഇതിനൊരു അനുപാതങ്ങളുണ്ട് കേട്ടോ. അരി എത്ര എടുക്കുന്നോ അതിൻ്റെ 1/4 ഭാഗം ധാന്യം. ചെറുപയറിൻ്റെ 1/4 ഭാഗം ഉലുവ, മനസ്സിലായില്ലേ? പൊടി, പിന്നുള്ളത് പൊടിയാണ്. പച്ചമരുന്ന് അത് നിങ്ങൾ അരച്ച് ചേർക്കുക, മനസ്സിലായില്ലേ? അരച്ച് ചേർക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് അനുപാതം പ്രകാരം നിങ്ങളത് ഉപയോഗിക്കാം കേട്ടോ. പൊടിമരുന്ന് ചേർക്കുന്നത് അരിയുടെ, ചെറുപയറിൻ്റെ എല്ലാം കണക്കാക്കി, അരി, ചെറുപയർ, ഉലുവ എടുത്തത് മുഴുവനായിട്ട് എത്രയുണ്ടോ അതിൻ്റെ 1/5 ഭാഗം, മനസ്സിലായില്ലേ? അതിൻ്റെ 1/5 ഭാഗമേ ഈ പൊടിമരുന്ന് ചേർക്കാവൂ, വേറെ അധികം ചേർക്കരുത് കേട്ടോ. പിന്നെ അതിൽ കുറവാക്കാം, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്. ചിലർക്ക് എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ ഇത് ഉൾക്കൊള്ളണമെന്നേ ഉള്ളൂ. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളൊരിത്തിരി ഉപയോഗിക്കാം. പിന്നെ ഇതിൽ പൊടിയുപ്പോ കല്ലുപ്പോ ഉപയോഗിക്കരുത്, പച്ചമരുന്നിന് വിരോധമാണത്. ഇന്ദുപ്പ് വാങ്ങി ഉപയോഗിക്കണം. കർക്കിടകത്തിലെ ഔഷധക്കഞ്ഞി നിസാരമല്ല, അത് ഔഷധമാണ്. ഔഷധമാവണം കേട്ടോ. ഇപ്പം നമ്മൾ ദിവസം വിഷം കഴിക്കണില്ലേ? അപ്പം അതിന് പകരം ഔഷധം ഒരു പ്രാവശ്യമെങ്കിലും, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഔഷധം കഴിക്കൂ. കഴിച്ച വിഷമൊക്കെ ഒന്ന് പോട്ടെ, മനസ്സിലായില്ലേ? അപ്പം ഇന്ദുപ്പ് ഉപയോഗിക്കുക, എന്നിട്ട് അത് കഴിക്കുക. ഇതിൻ്റെ കൂടെ എന്ത് കഴിക്കണം? ഈ കഞ്ഞിക്ക് കൂടെ കഴിക്കണം. എന്താണ് ഈ കഞ്ഞിക്ക് അനുയോജ്യമായ തൊട്ട് കഴിക്കേണ്ട കഴി? 2 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. പുഴുക്കും വിഭവവും ഒന്നും ഉണ്ടാക്കി കഴിച്ചാൽ കഞ്ഞിക്ക് ബലമില്ല കേട്ടോ. കഞ്ഞിക്ക് കൂടെ കഴിക്കേണ്ടത് 2 എണ്ണാണ്. 1 ചങ്ങലം പെരണ്ട കൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തി, മനസ്സിലായില്ലേ? നാര് കലഞ്ഞ് അതിനെ ചതച്ച് അതുകൊണ്ടുണ്ടാക്കിയ ചമ്മന്തി എന്ത് വിഭവവും നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. അതിൻ്റെ അംശം കയറണം എല്ലിനും ഞരമ്പിനും, മനസ്സിലായില്ലേ? പെരണ്ട, മനസ്സിലായില്ലേ? ചങ്ങളം പെരണ്ട എന്നൊക്കെ അതിനെ പറയും.
വള്ളിപ്പരണ്ട എന്നൊക്കെ. വള്ളിപ്പരണ്ടിയും ചങ്ങലപ്പരണ്ടിയും കാണാൻ വ്യത്യാസം ഉണ്ട് കേട്ടോ. ചങ്ങലം പരണ്ടയിൽ ഇങ്ങനെ കള്ളി പോലെ ഉണ്ടാവും, വള്ളിപ്പരണ്ട നേരെ വള്ളികളായിരിക്കും, ഇടയിലൊരു ദളം മാത്രമേ ഉണ്ടാവുള്ളൂ. വള്ളിപ്പരണ്ടയാണ് ഏറ്റവും ഇപ്പം കാലത്ത് അനുയോജ്യമായത് കേട്ടോ, അത് ഉപയോഗിക്കാം. പിന്നെ കപ്പ നാരങ്ങ അല്ലെങ്കിൽ നാർത്തങ്ക, ഉണക്ക നാരങ്ങ എന്നും പറയും, മനസ്സിലായില്ലേ? ഇതാണ് അതിന് തൊട്ടുകറി, മനസ്സിലായില്ലേ? നാളെ ഇത് കഞ്ഞിയൊക്കെ ഗയമായിട്ട് ഉണ്ടാക്കിയിട്ട് അസല് സാമ്പാറും അല്ലെങ്കിൽ അസല് മസാല കറിയും കഴിച്ചാൽ പിന്നെ നിങ്ങൾ കഞ്ഞി കുടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത്. ശരീരത്തിന് ഞരമ്പിലേക്കും ഈ കഴിക്കുന്ന ഔഷധം അസ്ഥിയിലേക്കും ഞരമ്പിലേക്കും എത്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും, മനസ്സിലായില്ലേ? മുത്തശ്ശി വൈദ്യം പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലോ ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതൊക്കെ കാണും. ചിലപ്പോൾ നാം പറഞ്ഞ പോലെ ആയിരിക്കില്ല പറയുക, രീതി വ്യത്യാസം പറയുമായിരിക്കും, ഇതൊക്കെ അതിലുണ്ടാവും, ഇതുപോലെ ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ തൊട്ട് കഴിക്കണം, മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇതൊക്കെ നമ്മൾ കഴിച്ചൂലേ, ശരീരത്തിന് ഒരു തിളക്കം വേണ്ടേ അല്ലേ? അത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാവരും വയസ്സായി എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ ശരീരത്തിനൊരു തിളക്കം വരണം. ആ തിളക്കത്തിന് എന്തു വേണം? ഈ കഞ്ഞിയുടെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. കഞ്ഞിയിൽ ഒരിത്തിരി തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പീര ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ശരീരത്തിന് തിളക്കം വരും. ഷുഗറിനും പ്രഷറിനും ഒന്നും ഇത് ബാധിക്കില്ല കേട്ടോ. അത് പായസം പോലെ പാലൊഴിച്ച് കഴിഞ്ഞാൽ ബാധിക്കുകയെ ആവശ്യത്തിന് കേട്ടോ. യഥേഷ്ടം തേങ്ങ നമ്മുടെ തെങ്ങിലുണ്ടെന്നും കരുതിയിട്ട് കേമാക്കി പായസമാക്കിയാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ അരമുറി തേങ്ങയുടെ പാലേ വേണ്ടൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ പീരയെ വേണ്ടൂ. അപ്പോൾ അത് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് ശരീരത്തിന് വേണ്ടുന്നതായൊക്കെ അപ്പോൾ ആ കഞ്ഞി വെച്ച് കുടിക്കുക, മനസ്സിലായില്ലേ? അപ്പം ആരോഗ്യം അവിടെ സംരക്ഷിക്കപ്പെട്ടു. ഇതൊന്നും നാം പറഞ്ഞതല്ല, എൻ്റെ മഹത്വമല്ല, നമ്മുടെ മൺമറഞ്ഞവർ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ ജീവിത വഴിയാണ്. നിങ്ങളെല്ലാവരും ഓരോ നിമിഷം ആ പൂർവീകത്തിന് നിങ്ങളെല്ലാവരും കടപ്പാട് തോന്നണം. കേരളീയൻ എന്നത് ഒരു തരത്തിലും കുറഞ്ഞവനല്ല, സനാതനധർമ്മപാതയെ പിന്തുടരുന്നവരാണ്. എല്ലാത്തിലും ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ ഉൾക്കൊണ്ട് എല്ലാം ഈശ്വര മാർഗത്തിലൂടെ ചെയ്യുന്നവനാണ് എന്ന് തല ഉയർത്തി സംസാരിക്കണം. അതിന് നിങ്ങളെ പ്രാപ്തരാക്കാനുള്ള മാർഗങ്ങളാണ് ഇതെല്ലാം, മനസ്സിലായില്ലേ? ഇപ്പോൾ കർക്കിടക കഞ്ഞി കുടിച്ചു, ഇനി എന്തു വേണം? കുടിച്ചാൽ മാത്രം പോരാലേ, നമുക്ക് കുളിക്കണം. കർക്കിടക കുളി ഒരു വ്യത്യാസമാണ്. അപ്പോൾ ചോദിക്കുക, എന്താ ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ലല്ലോ, ദിവസം കുളിക്കണ്ടല്ലോ, എന്താ കർക്കിടക കുളിയുടെ വ്യത്യാസം അല്ലേ? ദിവസം കുളിച്ച് രാവിലെ ജപിക്കുന്നവരൊക്കെ ജപിച്ചോളൂ, ആ കുളിയും ഈ കുളിയും ഒന്നാക്കണ്ട. സൂര്യപ്രകാശം വരുന്ന സമയം, അത് സൂര്യൻ മഴയാണ് വന്നില്ലെങ്കിലും ഉദയസൂര്യൻ അല്ലെങ്കിൽ പന്തീരടി പൂജ നടക്കുന്ന സമയം, മനസ്സിലായില്ലേ? ഏകദേശം 7:30-ക്കും 10:30-ക്കും ഇടയിൽ. അപ്പം നിങ്ങളൊരു 9:30-യും 10:30-യും എടുത്തോളൂ, പ്രശ്നം തീർന്നു കേട്ടോ. 7:30 തൊട്ട് ആവാം, കുഴപ്പമൊന്നുമില്ല, എങ്കിലും 9:30-യും 10:30-യും നല്ല സമയമാണ്. അതിനിടയിൽ അതുപോലെ വൈകുന്നേരം അസ്തമന സൂര്യൻ, മനസ്സിലായില്ലേ? പോക്ക് സൂര്യൻ്റെ വെയിൽ കൊണ്ടാൽ പൊന്നു പോലെയാവുന്നാണല്ലോ ചൊല്ല്, എല്ലാവരും പൊന്നാവട്ടെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ എന്താണ് കാരണം? വിറ്റമിൻ ഡിയുടെ കണ്ടൻറ്റ് ആ പ്രകാശത്തിലുണ്ടാവും. അപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളവർക്ക് അത് അനുകൂലമാവും, അതുകൊണ്ടാണത്. അപ്പോൾ ആ സമയത്ത്, അപ്പോൾ വൈകുന്നേരം ഏത് സമയമാണതെന്ന് നിശ്ചയണ്ട, 3:30 തൊട്ടിട്ട് 4:30 വരെ, മനസ്സിലായില്ലേ? രാവിലെ 9:30-ക്കും 10:30-ക്കും പൂജയായിട്ട് എടുക്കുമ്പോൾ 7:30, 9:30-ക്കും 10:30-ക്കും, വൈകുന്നേരം 3:30-ക്കും 4:30-ക്കും ഇടയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കേട്ടോ ഈ കർക്കിടക കുളി നിങ്ങൾ കുളിക്കണം. എങ്ങനെയാണ് ഈ കർക്കിടക കുളി? ആദ്യം നമ്മൾ തൈലത്തിൽ കുളിക്കണം അല്ലേ? ആദ്യം തൈലത്തിൽ കുളിക്കണം. ഈ തൈലത്തിൽ കുളിക്കണമെങ്കിൽ ശരീരം തൈലത്തോടു കൂടി ഒന്ന് യോജിക്കേണ്ടേ? അപ്പം അതിനെന്ത് ചെയ്യണം? കല്ലുപ്പും മഞ്ഞൾപ്പൊടിയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആദ്യം ശരീരം ഒന്ന് തുടയ്ക്കുക. ഉണരണ്ടേ? നിങ്ങൾക്ക് രാവിലെ എണീറ്റത് ഒരു ചായ തന്നാൽ നിങ്ങൾക്ക് കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. നിങ്ങളൊരു ഉണർവ് വന്നതിന് ശേഷം കുടിക്കുമ്പോഴോ
അല്ലേ? അപ്പോഴാണത് ഉൾക്കൊള്ളുക, അത് എന്താണെന്ന് അറിയുള്ളൂ. എന്ന പോലെ ആദ്യം ശരീരത്തിനെ ഉണർത്തുക. അതാണ് കല്ലുപ്പും മഞ്ഞളും ഇട്ടിട്ട് തിളപ്പിക്കുന്ന വെള്ളം കൊണ്ട് കുളിക്കേണ്ട കേട്ടോ, തുടയ്ക്കുക കേട്ടോ. തുടച്ച് അതൊക്കെ ഒന്ന് തുണി കൊണ്ട് ഒപ്പിയെടുത്തതിന് ശേഷം തൈലം തേക്കുക കേട്ടോ. തൈലം തേക്കാം. തൈലത്തിൽ പിണ്ടതൈലത്തിന് തണുപ്പുണ്ടാവും ഇപ്പോൾ, അതുകൊണ്ട് പിണ്ടതൈലം തേക്കരുത്. കൊട്ടൻ ചുക്കാതി തേക്കുക. മനസ്സിലായില്ലേ? കൊട്ടൻ ചുക്കാതി ഇതൊക്കെ വൈദ്യന്മാർ പറഞ്ഞു തരും, നാം ചെറുതായി ഒന്ന് പറഞ്ഞിടൂന്നേ ഉള്ളൂ കേട്ടോ. കൊട്ടൻ ചുക്കാതി അല്ലെങ്കിൽ ഫലകുളച്ഛാതി, മനസ്സിലായില്ലേ? ഇത് രണ്ടും, അല്ലെങ്കിൽ ഞരമ്പെണ്ണ, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള എണ്ണകൾ, അല്ലെങ്കിൽ മുറിവെണ്ണയായാലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ആ എണ്ണകളിൽ എണ്ണ ഏതെങ്കിലും ചൂടാക്കുക. എങ്ങനെ ചൂടാക്കണം? എണ്ണ നേരിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ ഫലം പോയി. എണ്ണ പാത്രത്തിൽ നേരിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ ഫലം നഷ്ടപ്പെടും. പിന്നെ അത് തേച്ചിട്ട് കാര്യമില്ല. ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, ആ ചൂട് വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ ഈ എണ്ണ ഇറക്കി വെച്ച് അങ്ങനെ ചൂടായ എണ്ണയെ തേക്കാവൂ. തിളച്ചാൽ എണ്ണയുടെ ഫലം പോയി കേട്ടോ. അപ്പോൾ ആ ചൂടാക്കിയ എണ്ണ മേത്തൊക്കെ പുരട്ടുക. അങ്ങനെ ആ സമയത്ത് പുരട്ടുമ്പോൾ നിങ്ങളുടെ കോശം മുഴുവനും പുനർജീവിക്കും, മനസ്സിലായില്ലേ? ഡെഡ് സെല്ലൊക്കെ പോവും, കോശമൊക്കെ പുനർജീവിക്കും, മനസ്സിലായില്ലേ? ചുക്കും ചുളിവും ഒക്കെ അങ്ങോട്ട് മാറും. ഈ അവിടെ ഫ്ലെക്സിബിലിറ്റി കുറയുന്ന അസുഖം കുറയും, വാതശങ്ക കുറയും. പിന്നെ എല്ലാവർക്കും ഇപ്പം അവിടെയൊക്കെ വേദന, ഇപ്പം നിലത്തിരിക്കുന്നവരെ തന്നെ അപൂർവമായി, അതിനൊക്കെ ഇത് ഉപകാരമാവും, മനസ്സിലായില്ലേ? ഈ എണ്ണ തേക്കുക. എണ്ണ ഇങ്ങനെ ശരീരത്തിലൊന്ന് പിടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിക്കണം, മനസ്സിലായില്ലേ? ആ കുളിക്കുന്നത് ഇളം ചൂടാക്കിയ വെള്ളത്തിൽ കുളിക്കണം. ഗ്യാസിലൊന്നും ചൂടാക്കരുത് കേട്ടോ, മനസ്സിലായില്ലേ? വിറകൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുക, മനസ്സിലായില്ലേ? വിറകിട്ട് തിളപ്പിക്കാൻ വഴിയില്ലാത്തവർ ഗ്യാസിൽ തിളപ്പിച്ചോളൂ. നിവൃത്തിയില്ലല്ലോ, അടുപ്പേ ഇല്ലാതായ, അടുപ്പേ ഞങ്ങൾ കാണലില്ല പറഞ്ഞാൽ നിവൃത്തിയില്ല, മനസ്സിലായില്ലേ? അങ്ങനെ വെള്ളം ചൂടാക്കുക. ഗ്യാസിൽ ചൂടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്, കാരണം ഇശേറെ നേരം ചൂടാവണേ ആ വെള്ളം. ആ വെള്ളത്തിന് കുറേ ആയുർവേദ കൂട്ടുണ്ട്, മനസ്സിലായില്ലേ? വെള്ളത്തിന് എന്താ ആയുർവേദ കൂട്ട് ഇടേണ്ടതറിയോ? അതിൽ പഴുത്ത പ്ലാവിൻ്റെ ഇല ഇടണം. ഈ എല്ലാ അമ്മമാർക്കും ഈ എണ്ണയെക്കുറിച്ച് അറിവുണ്ടാവും, ഈ വെള്ളത്തിനെക്കുറിച്ച് അറിവുണ്ടാവും. ഇപ്പോൾ ഉള്ളവർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളവർക്ക് ഇരുന്നെണീക്കണമെങ്കിൽ വേറൊരാൾ പിടിക്കണം. അതുകൊണ്ട് തിരുവാതിരക്കളിയിൽ ഇപ്പോൾ കുമ്മിയടി ഇല്ലാണ്ടായത് അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് പഴുത്ത പ്ലാവിൻ്റെ ഇല, പിന്നെ വേപ്പിൻ്റെ ചെത്ത്, വേപ്പിൻ്റെ ഇല, പഴുത്ത പ്ലാവിൻ്റെ ഇല, ഉങ്ങിൻ്റെ ചെത്ത്, ഉങ്ങിൻ്റെ മരമല്ലേ അതിൻ്റെ ചെത്ത് കേട്ടോ, ഉങ്ങുമരത്തിൻ്റെ കേട്ടോ ചെത്ത്. അതുപോലെ തന്നെ മാവിൻ്റെ ചെത്ത്. ഈ മാവിൽ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, പശ തള്ളുന്ന മാവുണ്ടാവും. ചില മാവിലൊക്കെ പശ തള്ളും. ആ പശ തിളയ്ക്കുന്നതിൽ ഇടാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. പശയില്ലാത്ത ചെത്ത് നോക്കിയിട്ട് ചെത്തിയെടുത്ത് അത് വാദം കൊല്ലി അഥവാ ഒടിച്ചു കുത്തി എന്നും കൂടി അത് ചിലർ പറയും കേട്ടോ. ആ ഇല, ഈ പറഞ്ഞ ഇലകളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളം തിളപ്പിക്കുക കേട്ടോ. അതിൽ ആരൊക്കെ കുളിക്കുന്നു, ഇപ്പോൾ ഒരാൾ കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിൽ കൊള്ളുന്ന അത്ര കല്ലുപ്പ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. പിശുക്ക് കാണിച്ച് ഇങ്ങനെ പിടിച്ചാൽ ഉത്തരവാദിയാവില്ല കേട്ടോ, കല്ലുപ്പല്ലേ. അപ്പം ഇങ്ങനെ പിടിക്കുക, ശ്രദ്ധിക്കുക, എല്ലാവരും കാണാൻ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ആ വെള്ളത്തിലിടുക. അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം ദാഹശമനി പോലെ ആവണം, മനസ്സിലായില്ലേ? ആവും അത്. ആ വെള്ളത്തിനെ ഇളം ചൂടോടുകൂടി മേത്തൊഴിക്കുക, മനസ്സിലായില്ലേ? ഇത് ചികിത്സയാണ്, കർക്കിടക മാസ ചികിത്സ. ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങണമല്ലല്ലോ, ചുറ്റും നടന്നാൽ കിട്ടണതാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ കേമമായിരുന്നത്. ഇതിന് വലിയ ചിലവില്ലല്ലോ, കുറച്ച് പക്ഷേ ചിലവുണ്ട് കേട്ടോ, അവനവൻ്റെ പ്രവൃത്തി, മനസ്സിലായില്ലേ? അതും കൂടി ചെയ്യാണ്ട് ആരോഗ്യം വേണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ ഇത് നമ്മളിനി പൊടി ഇളക്കി കളയണ്ടേ അല്ലേ? അപ്പം നമ്മൾ സോപ്പൊന്നും ഉപയോഗിച്ചാൽ ഈ എണ്ണയ്ക്ക് വിലയില്ല. ഈ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ചിട്ട് അസലായിട്ട് സോപ്പ് തേച്ച് കുളിച്ചാൽ എന്താ ഗുണം?
അല്ലേ? അപ്പോൾ ഈ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? തേച്ച് കുളിക്കണം. അതിന് തേച്ച് കുളിക്കാനുള്ള തേപ്പ് പൊടി ഉണ്ടാക്കണം.